ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഉള്ളി വെച്ചിട്ട് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ളി എടുക്കുക. അപ്പോൾ അതിൻ്റെ തുണിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറികൾക്ക് അരിയുന്ന പോലെ നല്ല നൈസാക്കിയിട്ട് അരിയരുത്, ഒരു മീഡിയം സൈസാക്കിയിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്യാൻ. അതായത് കുറച്ച് കട്ടിയിൽ വേണം, ഒരുപാട് കട്ടി കൂടരുത്, കുറച്ച് കട്ടിയിൽ വേണ്ട അരിഞ്ഞെടുക്കാൻ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വൈറ്റ് കളർ പോലത്തെ പോർഷൻ ഉണ്ടാവുമല്ലോ ഉള്ളിയുടെ ആ ഫ്രണ്ട് ഭാഗത്ത്, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 2-3 മിനിറ്റിൽ ഇടാൻ പറ്റുന്നൊരു അച്ചാറാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്യാൻ. അതായത് നമ്മൾ കറിക്ക് അരിനായിട്ടും കുറച്ചുകൂടി ഒരു കട്ടി ഇത് വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ. ഈ അച്ചാർ പറഞ്ഞാൽ ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അച്ചാർ മാത്രമേ ഇടുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഇപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ ഒറ്റ അരികളാക്കി എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ആ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ അതൊന്ന് സോഫ്റ്റായി കിട്ടും കൂടി വേണം കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോരോ അല്ലികളായിട്ട് ആ ഉള്ളി ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റും ആയിട്ടുണ്ടാവും കേട്ടോ ഉള്ളി. അതിനാണ് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയണത്. അപ്പോൾ നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഒരു 3 വെളുത്തുള്ളി ഇതുപോലെ നടു കീറിയിട്ട് ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ അച്ചാറിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സുർക്ക ഉണ്ട്. അത് ഒരു 3 ടേബിൾ സ്പൂൺ സുർക്ക ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സുർക്ക ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതുപോലെ അച്ചാറിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ അതുപോലെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത്. നല്ലൊരു സ്പൈസിയാണ്. നമുക്ക് അതുപോലെ തന്നെ അത് കഴിക്കാൻ നമ്മൾ സലാഡൊക്കെ എടുത്ത് കഴിക്കില്ല, അതുപോലെ കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ തോന്നും. അതുപോലെ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് മാത്രം മതി, വേറെ കറികളൊന്നും വേണ്ട കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ. ഇനി നമുക്കത് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം നിങ്ങൾ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയാണ് കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുന്നത് 2 പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്. അതിട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇടുക. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നതിന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കറിവേപ്പില കൂടുതലിടുന്നതോറും അത്ര നല്ലതാണ് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത്രയും ടേസ്റ്റ് കൂടും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തത്, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ നമ്മൾ സാധാ മുളക് പൊടി ഇട്ടാൽ. അപ്പോൾ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കളറും കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചാറിന് കിട്ടും. അതിന് ശേഷം നുള്ളു ഉലുവാപ്പൊടിയും പിന്നെ നുള്ളു കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇത്രയും പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പൊടി ചിലപ്പോൾ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അത് കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പൊടി ആ ചൂടുണ്ടാവുമല്ലോ ആ ചൂടിൽ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ പൊടികളും അതുപോലെ തന്നെ ആ കറിവേപ്പിലും എല്ലാം ഒന്ന് സെറ്റാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതാ എല്ലാം ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ സെറ്റാക്കി വെച്ച ഉള്ളില്ലേ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാലാണ് കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ 2 ദിവസമൊക്കെ നിങ്ങൾക്ക് പുറത്ത് വെക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇത് തീരുന്ന വരെ 1 മാസം 2 മാസമൊക്കെ വരെ യൂസ് ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ വെക്കുക, പുറത്ത് വെക്കാതെ ഫ്രിഡ്ജിൽ താഴെ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ താഴെ വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഇട്ടാൽ അപ്പോൾ തന്നെ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ 2ാമത്തെ ദിവസം ആകുമ്പോൾ ഒന്നുകൂടി ഇരുന്ന് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ നല്ല ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. നമ്മളെപ്പോഴും അച്ചാർ ഇട്ട് വെക്കുമ്പോൾ ഏത് അച്ചാറാണെങ്കിലും ഗ്ലാസ് ജാറിൽ ഇട്ടുമ്പോഴേക്കും കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്ലാസ്റ്റിക്കിനായിട്ട്. അപ്പോൾ ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ മാത്രം നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് വെക്കുക കേട്ടോ ഏത് അച്ചാറാണെങ്കിലും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് വേറെ അച്ചാറൊന്നും വേണ്ട, ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അച്ചാറാണ്. പെട്ടെന്ന് ചോറിനൊരു കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു അച്ചാർ മാത്രം മതി കേട്ടോ കൂടി കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.